അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുവിന് ഒരാളെ വെറുപ്പുണ്ടെങ്കിൽ അല്ലാഹു നമ്മെ വെറുപ്പുണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയാനും നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ചില അടയാളങ്ങളെ കൊണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അടയാളങ്ങൾ പ്രകടമാകുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മോട് വെറുപ്പുണ്ട് എന്നാണ്. അതുപോലെ ചില ആളുകളുണ്ട്, പെട്ടെന്ന് ഒരു മനുഷ്യനെ വിശ്വസിച്ചു പോകും. ഒരാൾ നല്ലവനാണോ എന്നറിയാൻ, അവരെ തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളായിരിക്കാം, സുന്നത്ത് നോമ്പ് നോക്കുന്ന ആളായിരിക്കാം, കൃത്യമായി പള്ളിയിൽ വരുന്ന ആളായിരിക്കാം. ഇവർക്ക് നല്ലവരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പലരും അവർക്കുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനും വേണ്ടി ഏൽപ്പിച്ചവർ അവസാനം അത് തകർത്ത് തരിപ്പനമാക്കി അവരെ കയ്യിൽ ഏൽപ്പിക്കുമ്പോഴാണ് കൃത്യമായി അവർ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഒരിക്കലും പരിശുദ്ധമായ ദീനിൽ നിസ്കാരം കൊണ്ട് അല്ലേ, വൈലുള്ളിൽ മുസല്ലീൻ അല്ലേ, നിസ്കരിക്കുന്നവർക്ക് വൈലെന്ന നിറകൊണ്ടെന്ന, നിസ്കരിക്കുന്നത് കൊണ്ട് ഒരാളെ ഒരിക്കലും നല്ലവനാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുകയില്ല. സുന്നത്ത് നോമ്പെടുക്കൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് കർമ്മങ്ങൾ ചെയ്യൽ കൊണ്ടോ ഒന്നുമല്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു കേസ് വന്നു അല്ലേ. അപ്പോൾ അള്ളാഹുവിന് വെറുപ്പുള്ള ആളെ അള്ളാഹു നമ്മോട് വെറുപ്പുണ്ടോ എന്നറിയാനും ചിലതിനൊക്കെ ചില അടയാളങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു കേസ് വന്നു അല്ലേ. കേസ് വന്ന സമയത്ത് അദ്ദേഹത്തിന് സാക്ഷി ആരാന്ന് ചോദിപ്പിച്ചപ്പോൾ സാക്ഷി ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ സാക്ഷി ഉണ്ടെന്നാണ് പറഞ്ഞത്. ആരാണ് സാക്ഷി? ഒരാളെ കാണിച്ച് പറഞ്ഞു ഇയാളാണ് സാക്ഷി എന്ന്. അപ്പോൾ സാക്ഷിയോട് ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഇയാൾ അറിയോ എന്ന് ചോദിച്ചു. ഇയാൾ അറിയോ എന്ന് ചോദിക്കുമ്പോഴേക്ക് അയാൾ പറഞ്ഞു അറിയോ. എന്നാൽ ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഇയാളുമായി നിങ്ങൾ സാമ്പത്തികമായ ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്ന്. അതില്ല. ഇയാളുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടോ? അതുമില്ല. ഇയാളുമായി ദീർഘമായ ഒരു യാത്ര ചെയ്തിട്ടുണ്ടോ? അതുമില്ല. പിന്നെങ്ങനെ ഇയാളെ നിങ്ങൾക്കറിയാം? ഇയാളെ നമസ്കരിക്കാൻ വരുന്നത് കൊണ്ടാണോ? അല്ല എവിടെയെങ്കിലും ഇടയ്ക്ക് കണ്ട് ഇങ്ങനെ പൊഞ്ചിരിക്കും അല്ലേ, പൊഞ്ചിരിക്കുന്നവരാണ് നിസ്കരിക്കുന്നവരാണല്ലേ. ഈ അടുത്ത് അഫ്ഫാൻ എന്ന് പറയുന്ന ഒരാൾ കൊന്നു. ആരായിരുന്നു? എല്ലാം കൃത്യമായിരുന്നു, പള്ളിയിലൊക്കെ മുൻപന്തിയിലായിരുന്നു അല്ലേ. പലരും ഇന്ന് ഉമ്മയെ കൊന്നവരോ ഉപ്പയെ കൊന്നവരോ ജയിലറയിൽ കഴിയുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ വലിയ മഹാന്മാരായിരുന്നു നാട്ടിലെല്ലാം. പക്ഷേ അവരെക്കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞ നല്ല അഭിപ്രായങ്ങളാണ്. ഒരാളെ നന്നായി അറിയണമെങ്കിൽ അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തികമായ ഇടപാട് നടത്തി നോക്കണം. അതിൽ കൃത്യതയുണ്ടോ എന്നെങ്കിൽ കൃത്യമായുണ്ട്. ചില ആളുകളൊക്കെ എന്താ അവരെ തഖ്വ, എന്താണ് അവരുടെ ആ ജീവിതം, കയ്യുന്ന തസ്ബീഹ്മാല അങ്ങോട്ട് വിടൂല. 5 വഖ്ത് നിസ്കാരത്തിൽ നേരത്തെ പള്ളിയിലെത്തുന്നവരൊക്കെ ഉണ്ട്. അവരങ്ങ് വിശ്വസിച്ചുകൊണ്ട് ഇടപാട് നടത്തിയപ്പോൾ എത്രയാളെ കുടുങ്ങിപ്പോയത്. സാമ്പത്തിക ഇടപാട് വളരെ കൃത്യമാണോ? അള്ളാഹു കാണുന്നുണ്ട്, ഭയമുണ്ട്, ആ ഭയപ്പാടിലാണോ ജീവിക്കുന്നത്? എന്നാൽ അദ്ദേഹത്തങ്ങ് വിശ്വസിക്കാനും നല്ല ആളെന്ന് പറയാൻ പറ്റും. അതുപോലെ ദീർഘമായ യാത്രയിൽ നമുക്ക് പലരും മനസ്സിലാക്കാൻ പറ്റും ഏകദേശം. അതുപോലെ ഒരാളുമായി ഒരുമിച്ച് കിടക്കുമ്പോൾ, ഒരുമിച്ച് താമസിക്കുമ്പോഴൊക്കെ നമുക്കൊരാളെ കൃത്യമായി അറിയാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ഒരാൾ യഥാർത്ഥത്തിൽ നല്ല ആളാണോ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ള അടയാളം. അതുപോലെ അള്ളാഹു നമ്മോട് വെറുപ്പുണ്ടോ ഇല്ലതെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. അതായത് ദീനിയായ കാര്യങ്ങൾ, പരിശുദ്ധമായ ഖുർആൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിന് കേൾക്കുമ്പോൾ അതിനോട് അറുപ്പും മടിയുമാണോ തോന്നുന്നത്? ഒരു വേദൻ്റെ മജ്‌ലിസിൽ ഇരിക്കാൻ തോന്നുന്നില്ല, ഒരു നല്ല കാര്യം കേൾക്കാൻ തോന്നുന്നില്ല. അത് കേൾക്കുമ്പോഴേക്ക് എന്തെന്നില്ലാത്ത അല്ലേ. വെള്ളിയാഴ്ചയ്ക്ക് ജുമാക്ക് ഉസ്താദ് ഇങ്ങനെ എഴുന്നേറ്റ് എന്തെങ്കിലും 2 ഉപദേശം പറയാൻ എഴുന്നേൽക്കുമ്പോഴേക്കും അങ്ങ് ഓഡിറ്റായി വല്ലാത്ത വെറുപ്പും അറുപ്പും തോന്നുന്നവരുണ്ട്. ഇത് പറഞ്ഞതേ പറയാ, കേട്ടതേ കേട്ട എന്ന രീതിയിലൊക്കെ അവഗണിച്ചുകൊണ്ട് ഓടുന്നവരൊക്കെ. അപ്പോൾ മനസ്സിലാക്കാം അള്ളാഹ്ക്ക് നമ്മോട് കാര്യമായ വെറുപ്പുണ്ട് എന്നാണ്, അള്ളാഹ്ക്ക് നമ്മോട് ഇഷ്ടമല്ല എന്നാണ്. നല്ല കാര്യനെ സപ്പോർട്ട് ചെയ്യാൻ, ഒരു നാട്ടിൽ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല പ്രവർത്തനം, ഒരു കാരുണ്യ പ്രവർത്തനവുമായി രംഗത്ത് ഇറങ്ങുമ്പോൾ
അതിനോട് വല്ലാത്ത അറുപ്പാണ്, ആ പ്രവർത്തകന്മാരോട് അറുപ്പാണ്. ഇയാൾ എത്രയായി പിരിക്കുന്നത്, എത്രയാണ് ഇയാൾ പാവങ്ങളെ പേര് പറഞ്ഞ് ഇങ്ങനെ കലക്ഷൻ ചെയ്യുന്നത്, വേറെ പണിയൊന്നുമില്ല എന്ന് ഇങ്ങനെയൊക്കെ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ വിചാരിക്കാം അള്ളാഹ്ക്ക് കാര്യമായി നമ്മോട് എന്തോ ഒരു അറുപ്പും വെറുപ്പും ഉണ്ട് എന്നാണ്. നമുക്ക് നന്മയുള്ള കാര്യത്തിൽ നല്ല ഒരു ആവേശമാണ് അല്ലേ? അങ്ങനെ ആളുകളുണ്ട്. ചില ആളുകൾ പറയും നിനക്ക് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ കൊടുക്കില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നു പറയും. അത് നല്ല കാര്യത്തിൽ നല്ല സന്മനസ്സുണ്ടാവുക, അതോടൊപ്പം ഇബാദത്തിൽ നല്ല ആവേശം ഉണ്ടാകുക. നിസ്കരിക്കാൻ മടി, സുബഹിക്ക് എഴുന്നേൽക്കാൻ മടി, നിസ്കാരം ഖളാ, അതുപോലെ ദീനിയായ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് മടി, അതിനോടൊരു ആവേശമോ ഉന്മേഷമോ ഒന്നുമില്ല അല്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങളിലോട് മടിയും അതിനോട് ഒരു ഉന്മേഷം നമുക്കില്ലെങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മോട് വെറുപ്പുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് നമുക്ക് തീർച്ചയായും നമ്മോട് അള്ളാഹ്ക്ക് വെറുപ്പുണ്ടോ ഇല്ല എന്നതിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതോടൊപ്പം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തെറ്റുകൾ. ഇത് തെറ്റാണെന്നറിയാം, ഇത് തെറ്റാണ് അല്ലേ? ആർക്കറിയാത്തത് 5 വക്ത് നിസ്കാരം നിർബന്ധമാണെന്ന്, വ്യഭിചാരം പാടില്ലെന്നും അതുപോലെ ലഹരി പാടില്ലെന്നും ആർക്കറിയാത്തതല്ലേ? എന്നിട്ടും ആ തെറ്റുകൾ സ്ഥിരമായി നിൽക്കുന്നവർ, അതിനോട് ഒരു വെറുപ്പില്ല. തെറ്റ് ചെയ്യുമ്പോഴേക്ക് മനസ്സിനൊരു പേടിയോ ഒരു ഭയമോ ഒന്നുമില്ല, ആ ഒരു വിഷയമേ ഇല്ല. അങ്ങനെയാണ് മനസ്സിന് തോന്നുന്നതെങ്കിൽ അള്ളാഹു നമ്മോട് വെറുപ്പുണ്ടെന്നാണ്. ചില ആളുകൾ തെറ്റാണെന്നറിഞ്ഞിട്ട് പോലും അതിൽ സ്ഥിരമായി നിലകൊള്ളുന്നവരുണ്ട്. സാമ്പത്തികമായി കച്ചവടം ചെയ്യുമ്പോഴേക്ക് പലവിധ കളവുകളും നുണകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് കച്ചവടം ചെയ്യും. അവർക്കറിയാം ഇതല്ലാഹുവിന് ഇഷ്ടമല്ല. കച്ചവടക്കാർക്ക് നാളെ സ്വർഗത്തിന് മുത്തായ റസൂലിൻ്റെ കൂടെയാണ്. സത്യസന്ധമായി കച്ചവടം ചെയ്യുമ്പോൾ അതിലേക്ക് ബർക്കത്തുണ്ടാകും. ഒരിക്കലും നുണ പറഞ്ഞുകൊണ്ട് വെറുപ്പിച്ചുകൊണ്ട് ഒരിക്കലും നാം കച്ചവടം ചെയ്തു പോകരുത്. ഏത് വിഷയമാണെങ്കിൽ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി, ഇത് തെറ്റാണ് എന്ന് കൃത്യമായി അറിഞ്ഞതിൻ്റെ ശേഷം അത് വീണ്ടും വീണ്ടും നാം ചെയ്യുന്നുണ്ട്. ആ തെറ്റിനോട് സ്വഹാബത്തുൽ കിറാം അങ്ങനെയല്ല, ചെറിയ എന്തെങ്കിലും തെറ്റുകൾ പോലും അവർ വലിയ ഒരു പാരക്കല്ല് പോലെ, അതിന് വലിയ ഒരു പർവ്വതമായിട്ടാണ് അവർ കണ്ടത്. അവർക്ക് വല്ലാത്ത വെറുപ്പും അതിനോട് വല്ലാത്ത അറുപ്പും എന്തോന്ന് ചെയ്തതുപോലെയാണ്. ചില ആളുകൾ വലിയ വലിയ തെറ്റുകൾ പോലും, എല്ലാവിധത്തിലുള്ള തെറ്റുകൾ അവർക്ക് അതൊന്നും പ്രശ്നമല്ല. അതിൽ സ്ഥിരമായി അടിപറച്ച് നിന്നുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് അല്ലേ? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ ഒരാൾ ചുവന്ന മുണ്ടുകൊടുത്തുകൊണ്ടാണ് വന്നത്. ആ സ്വഹാബിയെ നോക്കിക്കൊണ്ട് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താണ് ഈ ധരിച്ചിരിക്കുന്നത്? അത്രേ ചോദിച്ചുള്ളൂ. ആ സ്വഹാബി പെട്ടെന്ന് ഓടിട്ടോ താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഊരിയെടുത്ത് അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന അടുക്കളയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്തിനാണ്? നാമാണെങ്കിലോ ധരിക്കരുതെന്നോ ഇത് ധരിക്കാൻ പാടില്ലെന്നോ ഹറാമാണെന്നോ എന്ന് മുത്തായ റസൂൽ പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ന്യായീകരിക്കുമായിരുന്നു. അതാണ് ഉമയുച്ചി ഇല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുന്നവരാണ് ആരാണോ ഫഖദ് ഫാസ ഫൗസൻ അലീമ, അവരാണ് ഒമ്പിച്ച വിജയം പ്രാപിച്ചവർ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല തിന്മകളെന്നെല്ലാം വർജിച്ചുകൊണ്ട് നന്മ ചെയ്യാനും ഇബാദത്തിൽ ആവേശമുള്ളവരായി, അതുപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും പ്രവർത്തിക്കുമ്പോൾ അതിൽ മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി നിൽക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന നല്ല മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.